ചേട്ടാ ഒരു 10 കാനഡ വെച്ചോളി, പൈസ ഒന്നും തരണ്ട, ഇത് വിറ്റ് തീർന്നിട്ട് നിങ്ങൾ പൈസ തന്നാ മതിയാണ്. അപ്പൊ അത് വിറ്റ് തീർന്നപ്പോ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പോയിട്ട് അവിടെ സാധനം കൊടുത്തു. അതായത് വീടുകളിൽ കാണിച്ച അതേ സാധനം ഷോപ്പിലേക്ക് കാണിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ഷോപ്പത്തത് എന്താ ബിൽ ടു ബില്ല് എന്ന് പറഞ്ഞത് ആദ്യത്തെ പൈസ തീർന്നു കഴിഞ്ഞിട്ട് അടുത്തത് കിട്ടുള്ളൂ. അപ്പൊ അവിടുത്തെ തീർന്നപ്പോ ഷോപ്പിൽ ചേട്ടൻ വിളിക്കാൻ തുടങ്ങി, സാധനം തീർന്നിട്ട് നിങ്ങൾ എന്നാ കൊണ്ടുവരാന്ന് വെച്ചു. അപ്പൊ ഞങ്ങൾ എന്തൊക്കെയാ പിന്നെ കൊണ്ടു കൊടുത്ത ശേഷം പറഞ്ഞു, ഇനി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മുക്കം മാർക്കറ്റിൽ. അപ്പൊ ഞങ്ങൾ എന്തൊക്കെയാ ഇവിടെ ഷോപ്പിൽ വാങ്ങിയെന്ന് കണ്ടപ്പോ ഞങ്ങൾ മുക്കം മാർക്കറ്റ് കൊണ്ടുപോയിട്ട് അവിടെ ഒരു പൈലറ്റ് പറഞ്ഞിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. ആ ഹോൾസെയിൽ ഷോപ്പിൽ ഉള്ള പൈലറ്റ് സാധിക്കുന്ന പറഞ്ഞിട്ട് അവന്റെ ഇത് അപ്പൊ പറഞ്ഞു ഇതൊന്നും വാങ്ങൂലാന്ന് പറഞ്ഞു, വെച്ച് നോക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ഷോപ്പ് നമ്മളത് ആ ഒരു ഷോപ്പിലെ പൈലറ്റ് പറഞ്ഞിട്ട് ഇന്നും ഞങ്ങൾ ആ ഷോപ്പിൽ ഇപ്പോഴും സാധനം വെക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഈ പെട്ടിപ്പീടിയത്തെ ചേട്ടാൻ ചോദിച്ച് സാധനം നിങ്ങൾ കൊണ്ടുവരുന്നില്ലേ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈലറ്റ് ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടും. അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിലുള്ള ആൾക്കാരെ ഷോപ്പിലേക്ക് എത്തി, ഈ ഷോപ്പിലുള്ള ആൾക്കാരെ ഹോൾസെയിൽ ഷോപ്പിലേക്ക് എത്തി. അതൊരു മാർക്കറ്റിംഗ് തന്ത്രാണെന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായി. പക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് അത് നോക്കുമ്പോ ഇപ്പം മാർക്കറ്റിംഗ് പിള്ളേരൊക്കെ വരുന്നുണ്ടല്ലോ, അവർക്ക് പഠിപ്പിച്ചു വിടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള മാർക്കറ്റിംഗ്